ഷബാനാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റെസിപ്പി കുട്ടികളായാലും മുതിർന്നവരായാലും ഒരുപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കും. എന്നാൽ ഒരു ഹെൽത്തി റെസിപ്പി ഒന്നും പറയില്ല, കാരണം ഇൻഗ്രീഡിയൻസ് ഇതാണ്. നമ്മളെപ്പോഴും വാങ്ങും, പൊറോട്ട വാങ്ങിയതിന് ശേഷം നമ്മൾ ബാക്കി വരുമ്പോൾ അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അതിന് ശേഷം നമ്മളെടുത്ത് കളയും. ഇതാണ് നമ്മുടെ സ്ഥിരം പരിപാടി. അപ്പോൾ നമുക്കത് എന്തായാലും മലയാളികളുടെ ഇഷ്ടം ഒരു ഭക്ഷണമാണ് പൊറോട്ട. നമ്മൾ കഴിക്കണ്ട പറഞ്ഞാൽ അതന്നെ വാങ്ങിക്കഴിക്കും. ഇന്ന് വാങ്ങി പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച പൊറോട്ട നമ്മൾ എടുത്തു, സ്ക്വയറായി കട്ട് ചെയ്തു. ഇനി നമ്മളൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 3 പൊറോട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ പൊറോട്ട വറുത്ത് കോരിയെടുക്കാനുള്ള അളവിൽ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് വറുത്ത് കോരിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് മൊരിഞ്ഞ് വരണ പോലെ വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇങ്ങനെയുള്ള റെസിപ്പികൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പുറത്ത് മഴയായിരിക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് പൊറോട്ട ഇട്ടുണ്ട്, ഇതേപോലെ ക്രിസ്പി ആയിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ മറ്റൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കതിലൊരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കണം. ഈ പൊറോട്ടയ്ക്ക് ഒരു കോട്ടിംഗ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഓയിലിലേക്ക് ഞാൻ 5-6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊരു പച്ചമണം പോണ വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് എന്ന അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് പൊറോട്ടയുടെ അളവനുസരിച്ച് കൂട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ എന്ന അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി ഞാൻ കുരുമുളകാണ് ചേർത്തി കൊടുക്കുന്നത്. 1 ടീസ്പൂൺ എന്ന അളവ് ചേർത്തി കൊടുക്കാം. ഒരു സവാള സ്ക്വയറായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്ത ക്യാപ്സിക്കം കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട്. സംഭവം പൊറോട്ടയാണെങ്കിലും പോലും ഈ ഗ്രേവിയുടെ കൂട്ടം അങ്ങോട്ട് ചേരുമ്പോൾ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, പ്രത്യേക ഒരു മണവും ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ. നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് ഈ റെസിപ്പിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. വറുത്ത് കോരിയെടുത്ത നമ്മുടെ പൊറോട്ട മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലാവടെയും മസാല എത്തണ പോലെ ചെയ്ത് കൊടുക്കാം. ഈ റെസിപ്പിയിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരാം.